നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇംഗ്ലീഷ് ചാനൽ വഴി ബ്രിട്ടനിലേക്ക് അനധികൃതമായി കടക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണത്തിൽ ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ കാര്യമായ കുറവുണ്ടായതായി ഹോം ഓഫീസിന്റെ കണക്കുകൾ. അനധികൃതമായി എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായത് 41%. യൂറോപ്പിലേക്ക് എത്തുന്ന അഭയാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടായതിന് പ്രതികൂല കാലാവസ്ഥ, ചെറുബോട്ടുകളുടെ സ്പെയർ പാർട്സുകളുടെ ലഭ്യത കുറവ് എന്നിവയും കൂടാതെ സർക്കാരിന്റെ കർശന ഇടപെടലും കാരണമായി. യുകെയിലുടനീളം വ്യാജ വ്യാപാരങ്ങൾക്കും സംഘടിത കുടിയേറ്റ കുറ്റകൃത്യങ്ങൾക്കുമെതിരെ പോലീസ് നടത്തിയ വ്യാപക റെയ്ഡിൽ 362 പേർ അറസ്റ്റിലായി. പിടിയിലായവരിൽ ഇംഗ്ലീഷ് ചാനൽ വഴി ബോട്ട് മാർഗം നിയമവിരുദ്ധമായി രാജ്യത്തെത്തിയ 57 കുടിയേറ്റക്കാരും. പോലീസ് നടപടിയിൽ വൻതോതിൽ മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും പിടികൂടി. യുകെയിൽ കറന്റ്, ഗ്യാസ് നിരക്കുകൾ കുത്തനെ കൂട്ടി. ആഗോള വിപണിയിലെ ഗ്യാസ് വിലക്കയറ്റത്തെ തുടർന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ച പുതിയ ഊർജ്ജ വില പരിധി ഈ ആഴ്ച നിലവിൽ വരും. പുതിയ വിലപ്പട്ടിക പ്രകാരം സാധാരണക്കാരുടെ വൈദ്യുതി ഗ്യാസ് ബില്ലുകളിൽ പ്രതിവർഷം 220 പൗണ്ടിലധികം വർധനവുണ്ടാവും. ഡയറക്ട് ഡെബിറ്റ് വഴി പണമടയ്ക്കുന്നവർക്ക് വൈദ്യുതി നിരക്ക് 1 കിലോവാട്ട് അവറിന് 24.67 പെൻസിൽ നിന്ന് 26.11 പെൻസായും, ഗ്യാസ് നിരക്ക് 5.74 പെൻസിൽ നിന്ന് 7.33 പെൻസായും ഉയരും. ഇംഗ്ലണ്ടിലും വെയിൽസിലും ജനനത്തെക്കാൾ കൂടുതൽ മരണങ്ങൾ നടക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അനലിസ്റ്റുകൾ. സംഭവം കഴിഞ്ഞ 50 വർഷക്കാലത്തിനിടയിൽ ചരിത്രത്തിൽ ആദ്യമായി. അടുത്ത ഒരു പതിറ്റാണ്ടിൽ ജനനത്തെക്കാൾ 4,50,000 മരണങ്ങൾ കൂടുതലായി സംഭവിക്കും എന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ. കുട്ടികൾ വേണ്ടെന്ന് കരുതുന്ന ദമ്പതിമാരുടെ എണ്ണം വർദ്ധിച്ചു എന്നും സൂചന. ഹൗസിംഗ്, ചൈൽഡ് കെയർ ചെലവുകൾ വർദ്ധിക്കുന്നതും തൊഴിൽ രംഗത്തെ അസ്ഥിരതയുമാണ് കൂടുതൽ പേർ ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ കാരണമാകുന്നത് എന്ന് റിപ്പോർട്ട്. പതിറ്റാണ്ടുകളായ കുടുംബങ്ങൾക്ക് ആവശ്യമായ പിന്തുണയും സഹായവും നൽകാൻ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് വിമർശനം. അമേരിക്കയിൽ 2025 ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിലൂടെ $1.2 ബില്യൺ കുടുംബം സമ്പാദിച്ചതിനെ ന്യായീകരിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ ഭരണകാലത്ത് രാജ്യം സാമ്പത്തികമായി മുന്നേറുന്നതിനാൽ എല്ലാവരും ലാഭം കൊയ്യുകയാണെന്ന് ട്രംപ്. പ്രസിഡന്റ് പദവി സ്വന്തം സാമ്പത്തിക നേട്ടത്തിനായി ദുരുപയോഗം ചെയ്തു എന്ന വിമർശനങ്ങളെ തള്ളി ട്രംപ്. തന്റെ വരുമാനം ബ്ലൈൻഡ് ട്രസ്റ്റുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്നും അതിനാൽ വ്യക്തിപരമായ സാമ്പത്തിക കാര്യങ്ങളിൽ താൻ ഇടപെടാറില്ല എന്നും ട്രംപിന്റെ വാദം. ട്രംപിന്റെ മക്കളും സ്റ്റീവ് വിറ്റ്കോഫിന്റെ മകനും ചേർന്ന് സ്ഥാപിച്ച വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന സ്റ്റാർട്ടപ്പിൽ നിന്നും മാത്രം ട്രംപിന് ലഭിച്ചത് $550 മില്യൺ എന്ന് US ഓഫീസ് ഓഫ് ഗവൺമെന്റ് എത്തിക്സ്. ഹോർമുസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പ്രധാന ഗുണഭോക്താവായി ചൈന മാറി. നിർണായക വിവരം പുറത്തുവിട്ടത് വാഷിംഗ്ടൺ DC ആസ്ഥാനമായുള്ള പ്രമുഖ ഉപദേശക സ്ഥാപനമായ ദി ഏഷ്യ ഗ്രൂപ്പ്. ചൈന തങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകളിൽ വൈവിധ്യവൽക്കരണം കൊണ്ടുവന്നും അടിയന്തര ശേഖരം പ്രയോജനപ്പെടുത്തിയും ഈ പ്രതിസന്ധിയെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെന്ന് റിപ്പോർട്ടിൽ പരാമർശം. ആഗോളതലത്തിലുണ്ടായ എണ്ണ പ്രതിസന്ധിയുടെ ആഘാതം കുറയ്ക്കാൻ സഹായിച്ച ചൈന തങ്ങളുടെ ക്ലീൻ എനർജി സാങ്കേതിക വിദ്യകളുടെ കയറ്റുമതി വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. ഇറാനിലെ യുദ്ധം പരിഹരിക്കുന്നതിൽ അമേരിക്കയെക്കാൾ മികച്ച നേതൃത്വം ചൈനയ്ക്കായിരിക്കുമെന്നും റിപ്പോർട്ടിൽ സൂചന. നിതീഷ് കുമാറിന് ഉപപ്രധാനമന്ത്രി പദം നൽകണമെന്നാവശ്യപ്പെട്ട് JDU MLA. ആവശ്യം നിതീഷ് കുമാർ കേന്ദ്രമന്ത്രിയായും മുഖ്യമന്ത്രിയായും 20 വർഷവും അനുഭവ സമ്പത്തുള്ള നേതാവാണെന്നും നിതീഷ് കുമാറിനെ ഉപപ്രധാനമന്ത്രിയാക്കിയാൽ ബീഹാറിലെ ജനങ്ങൾ സന്തോഷിക്കുമെന്നും സോഷ്യലിസ്റ്റ് നേതാക്കളിൽ അവശേഷിക്കുന്ന ഏറ്റവും വലിയ നേതാവാണ് നിതീഷ് കുമാർ എന്നും പങ്കജ് മിശ്ര. JDU സമ്മർദ്ദം ശക്തമാക്കുന്നത് കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന നടക്കാനിരിക്കെ നിതീഷ് കുമാറിനെ ഉപപ്രധാനമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് RJD നേതാവ് മുകേഷ് റോഷനും രംഗത്ത്. അയോധ്യ സംഭാവന കൊള്ളക്കേസിൽ അറസ്റ്റിലായ പ്രതികൾക്കെല്ലാം വരുമാനത്തിൽ കവിഞ്ഞ സമ്പാദ്യമുണ്ടെന്ന് കണ്ടെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർ. അന്വേഷണത്തിൽ കൊള്ള വ്യക്തമായ സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് സാധ്യതയേറി. പ്രതികളുടെയും കുടുംബാംഗങ്ങളുടെയും ബാങ്ക് ഇടപാടുകളും ഭൂമി ഇടപാടുകളും അന്വേഷിച്ച പോലീസ് സംഘത്തിന് ലഭിച്ച പ്രാഥമിക വിവരങ്ങളിൽ അനധികൃത സ്വത്ത് സമ്പാദനം വ്യക്തമാക്കുന്നുവെന്ന് സൂചന. 2025 കുംഭമേള സമയത്താണ് വൻകൊള്ള നടത്തിയതെന്ന് അറസ്റ്റിലായ അനുക്കൽ മിശ്രയുടെയും ഭാര്യ സഹോദരൻ ലംകുഷ് മിശ്രയുടെയും മൊഴി. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിയതിലും കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണം ശക്തം. ED അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസ്. കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലാഭക്കൊതിക്ക് കുടപിടിക്കുന്ന സർക്കാരിന്റെ യഥാർത്ഥ മുഖം കണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നാടിന്റെ താൽപര്യം കണക്കിലെടുക്കുന്നില്ല എന്നും നിയമസഭാ നടപടിക്രമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തുകയാണ് സതീശൻ സർക്കാർ എന്നും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. പുതിയ ബജറ്റിന്റെ ഷെഡ്യൂളിൽ ധനകാര്യ ബില്ലുണ്ടായിരുന്നില്ല എന്നും മദ്യത്തിന്റെ നികുതി ഘടനയിലെ മാറ്റം തുടക്കത്തിൽ ആലോചനയിലില്ലായിരുന്നുവെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രി VD സതീശൻ നിരന്തരം സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പിണറായിയുടെ രൂക്ഷ വിമർശനം. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കവുമായി CPM. പാർട്ടി നിയന്ത്രണത്തിലില്ലാത്ത സഹകരണ സംഘങ്ങളെ പിടിച്ചെടുക്കണമെന്നും C ക്ലാസ് അംഗത്വമുള്ള സഹകരണ സംഘങ്ങളുടെ എണ്ണം കൂട്ടണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റികൾക്ക് കത്തയച്ചു.
CPM സംസ്ഥാന സെക്രട്ടറി കത്തയച്ചത് ജൂൺ 26-ന്. നടപടി ഈ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് അടിസ്ഥാനമാക്കി സഹകരണ സംഘത്തിൽ ക്രമവിരുദ്ധമായി ഒന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ. വാർത്തകൾ വിശദമായി. ഹോം ഓഫീസിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഇംഗ്ലീഷ് ചാനൽ വഴി ബ്രിട്ടനിലേക്ക് അനധികൃതമായി കടക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായി എന്നാണ്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള സുപ്രധാന കണക്കുകൾ പുറത്തുവന്നു എന്ന് റിപ്പോർട്ട്. ഹോം ഓഫീസിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഇംഗ്ലീഷ് ചാനൽ വഴി ബ്രിട്ടനിലേക്ക് അനധികൃതമായി കടക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായി എന്ന് റിപ്പോർട്ട്. ഈ വർഷം ജനുവരിക്കും ജൂണിനും ഇടയിൽ 11,884 പേരാണ് ഇത്തരത്തിൽ അനധികൃതമായി UK-യിൽ എത്തിയത്. തൊട്ടു മുൻപത്തെ വർഷത്തെ ഇതേ കാലയളവിൽ ഇവിടെ എത്തിയത് 19,982 പേരായിരുന്നു. അതായത് അനധികൃതമായി എത്തുന്നവരുടെ എണ്ണത്തിൽ 41% കുറവുണ്ടായി എന്ന് ചുരുക്കം. 2024 ആദ്യ പകുതിയിലെത്തിയ അനധികൃത അഭയാർത്ഥികളുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ 12% കുറവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആ കാലയളവിൽ എത്തിയത് 13,489 പേരായിരുന്നു. പ്രതികൂല കാലാവസ്ഥ, ചെറുബോട്ടുകളുടെ സ്പെയർ പാർട്സുകളുടെ ലഭ്യത കുറവ്, സർക്കാരിന്റെ കർശന നയം എന്നിവയ്ക്ക് പുറമെ യൂറോപ്പിലേക്ക് എത്തുന്ന അഭയാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടായതും ഇതിനൊരു കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ ഫ്രാൻസിലെ ബീച്ച് പെട്രോൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു 662 മില്യൺ പൗണ്ടിന്റെ ഫ്രഞ്ച് സർക്കാരുമായുള്ള ഒരു കരാർ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് ഒപ്പുവച്ചിരുന്നു. ഇതും ചാനൽ വഴിയെത്തുന്ന അഭയാർത്ഥികളുടെ എണ്ണം കുറയാൻ ഇടയാക്കിയിട്ടുണ്ട്. അഭയാർത്ഥി സ്റ്റാറ്റസ് താൽക്കാലികമാക്കുന്നത് ഉൾപ്പെടെ ചാനൽ ക്രോസിംഗ് നിരുത്സാഹപ്പെടുത്തുന്നതിനും ആളുകളെ നാടുകടത്തുന്ന കൂടുതൽ എളുപ്പത്തിലാക്കുന്നതിനുമായുള്ള പുതിയ പരിഷ്കരണ നിർദ്ദേശങ്ങളും ഷബാന മഹ്മൂദ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. UK-യിലുടനീളം വ്യാജ വ്യാപാരങ്ങൾക്കും സംഘടിത കുടിയേറ്റ കുറ്റകൃത്യങ്ങൾക്കുമെതിരെ പോലീസ് നടത്തിയ വ്യാപക റെയ്ഡിൽ 362 പേർ അറസ്റ്റിലായി. വൻതോതിൽ മയക്കുമരുന്നുകളും മറ്റു ലഹരി വസ്തുക്കളും ഈ പരിശോധനയിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ചാനൽ വഴി ബോട്ട് മാർഗം നിയമവിരുദ്ധമായി രാജ്യത്തെത്തിയ 57 കുടിയേറ്റക്കാരും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു. UK-യിലുടനീളം വ്യാജ വ്യാപാരങ്ങൾക്കും സംഘടിത കുടിയേറ്റ കുറ്റകൃത്യങ്ങൾക്കുമെതിരെ പോലീസ് നടത്തിയ വ്യാപക റെയ്ഡിൽ 362 പേർ അറസ്റ്റിലായി എന്ന് റിപ്പോർട്ട്. ജൂൺ 15 മുതൽ 20 വരെയുള്ള 5 ദിവസങ്ങളിലായിരുന്നു UK-യിലെ വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഈ വൻ പോലീസ് നടപടി. പരിശോധനയിൽ 10 ലക്ഷത്തിലധികം പൗണ്ട് പണമായി പോലീസ് കണ്ടെടുത്തു. ഇതിനൊപ്പം വിപണിയിൽ 7 ലക്ഷം പൗണ്ടിലധികം വിലമതിക്കുന്ന നിയമവിരുദ്ധ പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റുകൾ, വേപ്പുകൾ, കാറുകൾ, മയക്കുമരുന്നുകൾ എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട്. ബാർബർ ഷോപ്പുകൾ, വേപ്പ് ഷോപ്പുകൾ, കാർ വാഷുകൾ, നെയിൽ സലൂണുകൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും പരിശോധന നടന്നത്. കുറ്റവാളി സംഘങ്ങൾ നിയമവിരുദ്ധമായി ആളുകളെ ജോലിക്ക് വെക്കാനും പണം വെളുപ്പിക്കാനും ഇത്തരം സ്ഥാപനങ്ങളെയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. UK-യിലെ വിവിധ പോലീസ് സേനകളും ഹോം ഓഫീസ്, ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ്, ട്രേഡിംഗ് സ്റ്റാൻഡേർഡ്സ് തുടങ്ങിയ ഏജൻസികളും ചേർന്നാണ് ഈ സംയുക്ത പരിശോധന നടത്തിയത്. നിയമവിരുദ്ധമായി കുടിയേറ്റക്കാരെ ജോലിക്ക് വെച്ച ബിസിനസ് ഉടമകൾക്കെതിരെ കടുത്ത സാമ്പത്തിക പിഴ ചുമത്തുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. UK-യിൽ കറന്റ്, ഗ്യാസ് നിരക്കുകൾ കുത്തനെ കൂടുന്നു. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ പ്രതിസന്ധിയിലേക്ക്. ആഗോള വിപണിയിലെ ഗ്യാസ് വിലക്കയറ്റത്തെ തുടർന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ച പുതിയ ഊർജ്ജ വില പരിധി ബുധനാഴ്ച മുതൽ നിലവിൽ വരും. ഇതോടെ സാധാരണക്കാരുടെ വൈദ്യുതി ഗ്യാസ് ബില്ലുകളിൽ പ്രതിവർഷം 220 പൗണ്ടിലധികം വർധനവുണ്ടാകുമെന്ന് സൂചന. UK-യിൽ കറന്റ്, ഗ്യാസ് നിരക്കുകൾ കുത്തനെ കൂടിയതോടെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ പ്രതിസന്ധിയിലേക്ക് എന്ന് റിപ്പോർട്ട്. ആഗോള വിപണിയിലെ ഗ്യാസ് വിലക്കയറ്റത്തെ തുടർന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ച പുതിയ ഊർജ്ജ വില പരിധി ബുധനാഴ്ച മുതൽ നിലവിൽ വരും. ഇതോടെ സാധാരണക്കാരുടെ വൈദ്യുതി ഗ്യാസ് ബില്ലുകളിൽ പ്രതിവർഷം 220 പൗണ്ടിലധികം വർധനവുണ്ടാകും. ഇത് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഡയറക്ട് ഡെബിറ്റ് വഴി പണമടയ്ക്കുന്നവർക്ക് വൈദ്യുതി നിരക്ക് 1 കിലോവാട്ട് അവറിന് 24.67 പെൻസിൽ നിന്ന് 26.11 പെൻസായും, ഗ്യാസ് നിരക്ക് 5.74 പെൻസിൽ നിന്ന് 7.33 പെൻസായും ഉയരും. വിലക്കയറ്റം കാരണം രാജ്യത്തെ 13.5 ദശലക്ഷം കുടുംബങ്ങൾക്ക് തങ്ങളുടെ വരുമാനത്തിന്റെ 10% തുക കറന്റ്, ഗ്യാസ് ബില്ലുകൾക്കായി മാത്രം മാറ്റിവെക്കേണ്ടി വരും. ഇതിൽ 5.5 ദശലക്ഷം കുടുംബങ്ങൾക്ക് വരുമാനത്തിന്റെ 20% തുക നഷ്ടമാകുമെന്ന് ND Fuel Poverty Coalition മുന്നറിയിപ്പ് നൽകുന്നു. വരും മാസങ്ങളിൽ തണുപ്പ് കൂടുന്നതോടെ ഗ്യാസ് ഉപയോഗം വർദ്ധിക്കുമെന്നതിനാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഇനിയും കൂടും. ഒക്ടോബർ മാസത്തോടെ ശരാശരി വാർഷിക ബിൽ 1,654 പൗണ്ട് വരെ ആയേക്കാമെന്ന് കോൺവെൽ ഇൻസൈറ്റ് എന്ന സംഘടന പ്രവചിക്കുന്നു. ഊർജ്ജ നിരക്കുകൾ അടിയന്തരമായി കുറയ്ക്കണമെന്നും കമ്പനികളെ പൊതുമേഖലയിലാക്കണമെന്നും ആവശ്യപ്പെട്ട് യുണൈറ്റ് യൂണിയൻ രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്.
അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ജനങ്ങളുടെ ഭാരം കുറയ്ക്കാൻ കറന്റ്, ഗ്യാസ് ഉൾപ്പെടെയുള്ള അവശ്യ സേവനങ്ങളുടെ നിയന്ത്രണം പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു യുദ്ധം കാരണമാണ് ഈ വിലക്കയറ്റമെന്നും ജനങ്ങളെ സഹായിക്കാൻ ശീതകാല ഊർജ്ജ സഹായ പദ്ധതി വഴി 6 ദശലക്ഷം കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകുമെന്നും ഊർജ്ജ ഉപഭോക്തൃകാര്യ മന്ത്രി മാർട്ടിൻ മക്ലൂസ്കി അറിയിച്ചു. കഴിഞ്ഞ 50 വർഷക്കാലത്തിനിടയിൽ ഇതാദ്യമായി ഇംഗ്ലണ്ടിലും വെയിൽസിലും ജനനത്തെക്കാൾ കൂടുതൽ മരണങ്ങൾ നടക്കാൻ ആരംഭിച്ചതായി അനലിസ്റ്റുകൾ പറയുന്നു. ഇത്തരമൊരു പ്രവണതയ്ക്ക് തുടക്കം കുറിച്ച ഇന്നലെ, അതായത് ജൂലൈ 1 മരണദിനം എന്നാണ് സെന്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം അടുത്ത ഒരു പതിറ്റാണ്ടിൽ ജനനത്തെക്കാൾ 4,50,000 മരണങ്ങൾ കൂടുതലായി സംഭവിക്കുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 50 വർഷക്കാലത്തിനിടയിൽ ഇതാദ്യമായി ഇംഗ്ലണ്ടിലും വെയിൽസിലും ജനനത്തെക്കാൾ കൂടുതൽ മരണങ്ങൾ നടക്കാൻ ആരംഭിച്ചതായി സൂചന. കുട്ടികൾ വേണ്ടെന്ന് കരുതുന്ന ദമ്പതിമാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതോടെ ജനനനിരക്ക് കാര്യമായി കുറയുകയും ഇത് ജനസംഖ്യയുടെ സ്വഭാവത്തെ മാറ്റിമറിക്കുകയും ചെയ്യുമെന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. ഹൗസിംഗ്, ചൈൽഡ് കെയർ ചിലവുകൾ വർദ്ധിക്കുന്നതും മറുഭാഗത്ത് തൊഴിൽ രംഗത്തെ അസ്ഥിരതകളുമാണ് കൂടുതൽ പേർ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കാരണമാകുന്നത്. അതോടൊപ്പം ജനങ്ങളുടെ ജീവിത രീതിയിലും സംസ്കാരത്തിലും ഉണ്ടായ മാറ്റവും ഇതിന് കാരണമാകുന്നുണ്ട്. പലരും വളരെ വൈകി മാത്രം വിവാഹിതരാകാനും മാതാപിതാക്കളാകാനും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതിനോടൊപ്പം കൂടുതൽ സ്ത്രീകൾ അവരുടെ തൊഴിൽ മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. വിവാഹം കഴിച്ചവർ തന്നെ കുട്ടികളുടെ എണ്ണം കുറച്ച് പരമാവധി ചെറിയ കുടുംബങ്ങളായി ആഗ്രഹിക്കുന്നു. പതിറ്റാണ്ടുകളായി കുടുംബങ്ങൾക്ക് ആവശ്യമായ പിന്തുണയും സഹായവും നൽകാൻ ഭരണകൂടങ്ങൾക്കായില്ല എന്ന വസ്തുതയുടെ പ്രതിഫലനമാണ് ഈ പുതിയ പ്രവണത എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞർ പറയുന്നു. മാത്രമല്ല, ഇത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. ജനസംഖ്യയുടെ സ്വഭാവ സവിശേഷത തന്നെ ഇത് മാറ്റിമറിക്കും. ബ്രിട്ടനിൽ പുതിയ EU ബയോമെട്രിക് ബോർഡർ പരിശോധനകൾ തിരക്കേറിയ വേനൽക്കാലത്തേക്ക് ഒഴിവാക്കണമെന്ന് വിമാന കമ്പനികളും വിമാനത്താവളങ്ങളും ഒരുപോലെ ആവശ്യപ്പെടുന്നു. കാരണമായി തിക്കും തിരക്കും വർദ്ധിച്ചതിനെ തുടർന്ന് പല വിമാനങ്ങളിലും ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് കയറാൻ കഴിയുന്നില്ല എന്നും പല വിമാനങ്ങളും പകുതി മാത്രം യാത്രക്കാരുമായാണ് പറക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ബ്രിട്ടനിൽ പുതിയ EU ബയോമെട്രിക് ബോർഡർ പരിശോധനകൾ തിരക്കേറിയ വേനൽക്കാലത്തേക്ക് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തം. പല വിമാനത്താവളങ്ങളിലും ക്യൂ 5 മണിക്കൂറിലേറെ നീളുന്നതായും പരാതികളുണ്ട്. യൂറോപ്യൻ യൂണിയൻ കമ്മീഷണർ ഉർസുല വോൺ ഡെർ ലെയനാണ് എഴുതിയ കത്തിലാണ് വിമാന കമ്പനികളും വിമാനത്താവളങ്ങളും ഈ ഡിജിറ്റൽ പരിശോധനകൾ തൽക്കാലത്തേക്ക് മരവിപ്പിക്കണമെന്ന ആവശ്യം ഉയർത്തിയിരിക്കുന്നത്. വേനൽ ഒഴിവിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴേക്കും കാര്യങ്ങൾ പിടിവിട്ടു പോകുമെന്ന ആശങ്കയും അവർ കത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. വിമാനത്താവളങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ACI യൂറോപ്പ്, എയർലൈൻ ഫോർ യൂറോപ്പ്, വിമാന കമ്പനികളെ പ്രതിനിധാനം ചെയ്യുന്ന എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ എന്നിവർ സംയുക്തമായാണ് കത്തെഴുതിയിരിക്കുന്നത്. യാത്രക്കാർ പരിശോധനകൾ പൂർത്തിയാക്കി വരാനായി കാത്തിരിക്കേണ്ടി വരുന്നതിനാൽ ചില സർവീസുകൾ വൈകുന്നതായും കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മറ്റു ചില വിമാന സർവീസുകൾക്ക് ബുക്ക് ചെയ്ത യാത്രക്കാരെ കയറ്റാതെ പറന്നുയരേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. തിരക്കേറിയ വേനലവധിക്കാലത്ത് പുതിയ അതിർത്തി നിയന്ത്രണം പൂർണ്ണമായും ഒഴിവാക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. 2025 ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിലൂടെ $1.2 ബില്യൺ കുടുംബം സമ്പാദിച്ചതിനെ ന്യായീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ ഭരണകാലത്ത് രാജ്യം സാമ്പത്തികമായി മുന്നേറുന്നതിനാൽ എല്ലാവരും ലാഭം കൊയ്യുകയാണെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രസിഡന്റ് പദവി സ്വന്തം സാമ്പത്തിക നേട്ടത്തിനായി ദുരുപയോഗം ചെയ്തു എന്ന വിമർശനങ്ങളെ ട്രംപ് തള്ളിക്കളഞ്ഞു. തന്റെ വരുമാനം ബ്ലൈൻഡ് ട്രസ്റ്റുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്നും അതിനാൽ വ്യക്തിപരമായ സാമ്പത്തിക കാര്യങ്ങളിൽ താൻ ഇടപെടാറില്ല എന്നും ട്രംപ് പറഞ്ഞു. തന്റെ പണം കൈകാര്യം ചെയ്യുന്നവരുമായി സംസാരിക്കാറില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. തന്റെ സമ്പത്ത് മുൻകാല ബിസിനസ് കരിയറിലെ വിജയത്തിന്റെ ഭാഗമാണ് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. അതേസമയം US ഓഫീസ് ഓഫ് ഗവൺമെന്റ് എത്തിക്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ട്രംപിന്റെ മക്കളും സ്റ്റീവ് വിറ്റ്കോഫിന്റെ മകനും ചേർന്ന് സ്ഥാപിച്ച വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന സ്റ്റാർട്ടപ്പിൽ നിന്ന് മാത്രം ട്രംപിന് $550 മില്യൺ ലഭിച്ചു. കൂടാതെ 2025 ജനുവരിയിൽ അധികാരമേൽക്കുന്നതിന് തൊട്ടു മുൻപ് പുറത്തിറക്കിയ ക്രിപ്റ്റോ കറൻസിയുടെ ലൈസൻസിംഗ് കരാറിലൂടെ $635 മില്യൺ റോയൽറ്റി ഇനത്തിലും ലഭിച്ചിട്ടുണ്ട്. ക്രിപ്റ്റോ മേഖലയിലെ ട്രംപിന്റെ ഇടപെടലുകൾ ആസ്തിയിൽ വൻ വർധനവുണ്ടാക്കിയതായാണ് വിവരം. ഫോർബ്സ് മാസികയുടെ റിപ്പോർട്ട് പ്രകാരം 2024 $2.3 ബില്യൺ ആയിരുന്ന ട്രംപിന്റെ ആസ്തി 2026 $6.5 ബില്യൺ ഉയർന്നു. ഭരണത്തിലിരിക്കെ ക്രിപ്റ്റോ മേഖലയിലെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ ട്രംപ് സ്വീകരിച്ച നടപടികൾ ഡിജിറ്റൽ ആസ്തികളുടെ വില വർദ്ധിക്കാൻ കാരണമായിരുന്നു. അമേരിക്കയെ ലോകത്തിന്റെ ക്രിപ്റ്റോ തലസ്ഥാനമാക്കി മാറ്റിയതിൽ അഭിമാനിക്കുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് വൈറ്റ് ഹൌസ് പ്രതികരിച്ചത്. ഹോർമുസ് കടലിടുക്ക് അടച്ചിനെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പ്രധാന ഗുണഭോക്താവായി ചൈന മാറിയെന്ന് വാഷിംഗ്ടൺ DC ആസ്ഥാനമായുള്ള പ്രമുഖ ഉപദേശക സ്ഥാപനമായ ദി ഏഷ്യ ഗ്രൂപ്പ് റിപ്പോർട്ട്. ഈ വാരം പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടിലാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും വിതരണം തടസ്സപ്പെട്ടത് ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകളെ എങ്ങനെ ബാധിച്ചുവെന്ന് വിശദീകരിക്കുന്നത്.
ഇന്ധന ഇറക്കുമതിയെ അമിതമായി ആശ്രയിക്കുന്ന ഭൂരിഭാഗം ഏഷ്യൻ രാജ്യങ്ങളെയും ഈ പ്രതിസന്ധി ദോഷകരമായി ബാധിച്ചപ്പോൾ ചൈന തങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകളിൽ വൈവിധ്യവൽക്കരണം കൊണ്ടുവന്നും അടിയന്തര ശേഖരം പ്രയോജനപ്പെടുത്തിയും ഈ പ്രതിസന്ധിയെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെന്ന് വാഷിംഗ്ടൺ DC ആസ്ഥാനമായുള്ള പ്രമുഖ ഉപദേശക സ്ഥാപനമായ ദി ഏഷ്യ ഗ്രൂപ്പ് റിപ്പോർട്ട്. ആഗോളതലത്തിലുണ്ടായ എണ്ണ പ്രതിസന്ധിയുടെ ആഘാതം കുറയ്ക്കാൻ സഹായിച്ച ചൈന തങ്ങളുടെ ക്ലീൻ എനർജി സാങ്കേതിക വിദ്യകളുടെ കയറ്റുമതി വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതിനു പുറമെ ഇറാനിലെ യുദ്ധം പരിഹരിക്കുന്നതിൽ അമേരിക്കയെക്കാൾ മികച്ച നേതൃത്വം ചൈനയ്ക്കായിരിക്കുമെന്ന് അന്താരാഷ്ട്ര തലത്തിൽ സ്ഥാപിച്ചെടുക്കാനും ബീജിംഗിന് സാധിച്ചു. സാമ്പത്തികമായും ഭൗമരാഷ്ട്രീയപരമായും ഈ പ്രതിസന്ധിയെ തങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിക്കുന്ന ബീജിംഗ് ചൈനയെ ലോകത്തിലെ ഏറ്റവും വിശ്വസനീയവും സുസ്ഥിരവുമായ പങ്കാളിയായി ഉയർത്തിക്കാട്ടുകയാണ്. വ്യവസായ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനുള്ള തങ്ങളുടെ തന്ത്രത്തിന്റെ വിജയമായാണ് ചൈന ഈ സാഹചര്യത്തെ കാണുന്നത്. എന്നാൽ ആഗോള ഊർജ്ജക്ഷാമം ദീർഘകാലം തുടർന്നാൽ ഉണ്ടാകാവുന്ന വിലക്കയറ്റവും ആഗോള സാമ്പത്തിക മാന്ദ്യവും ചൈനയെയും ബാധിച്ചേക്കാം. സാമ്പത്തിക വളർച്ച നിലനിർത്താൻ കയറ്റുമതിയെ അമിതമായി ആശ്രയിക്കുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ആഗോള ഡിമാൻഡ് കുറയാൻ ഇത് കാരണമാകും. എങ്കിൽ പോലും വരാനിരിക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധികളെയും ചാഞ്ചാട്ടങ്ങളെയും അതിജീവിക്കാൻ തക്ക ശക്തമായ നിലയിലാണ് ചൈന ഇപ്പോഴുള്ളതെന്ന് ഏഷ്യ ഗ്രൂപ്പ് വാദിക്കുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നം മാത്രമാണ്, മറിച്ച് മറികടക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി അല്ല എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഖത്തർ രാജകുടുംബം സമ്മാനമായി നൽകിയ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി നവീകരിച്ച പുതിയ എയർഫോഴ്സ് 1 വിമാനത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ യാത്ര നടത്തി. മേരിലാൻഡിൽ നിന്ന് അദ്ദേഹം നോർത്ത് ഡക്കോട്ടയിലേക്കാണ് യാത്ര തിരിച്ചത്. ഖത്തർ രാജകുടുംബം സമ്മാനമായി നൽകിയ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നവീകരിച്ച പുതിയ എയർഫോഴ്സ് 1 വിമാനത്തിൽ മേരിലാൻഡിൽ നിന്ന് നോർത്ത് ഡക്കോട്ടയിലേക്ക് തന്റെ ആദ്യ യാത്ര നടത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എയർഫോഴ്സ് 1ന്റെ പരമ്പരാഗത ഇളം നീല നിറത്തിലുള്ള ബോഡി ഇതിനില്ല. വിമാനം ട്രംപിന്റെ ഇഷ്ടാനുസരണം നേവി ബ്ലൂ നിറത്തിലുള്ള അടിഭാഗവും ചുവപ്പ് സ്വർണ്ണവരകളും അടങ്ങിയതുമാണ്. സത്യസന്ധമായി പറഞ്ഞാൽ ആദ്യത്തെ പറക്കൽ എന്നെ ആവേശഭരിതനാക്കുന്നു. ഇതുവരെ ആരും ഇത്തരമൊരു അനുഭവം നേടിയിട്ടില്ല എന്ന് ഡക്കോട്ടയിലേക്ക് പോകുന്നതിനായി വിമാനത്തിൽ കയറുന്നതിന് മുൻപായി ട്രംപ് പറഞ്ഞു. മക്കളായ എറിക് ട്രംപ്, ഡൊണാൾഡ് ട്രംപ് ജൂനിയറുടെ ഭാര്യ ബെറ്റിന ട്രംപ്, നിരവധി വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ എന്നിവരും ഈ ആദ്യ യാത്രയിൽ ട്രംപിനൊപ്പം ഉണ്ടായിരുന്നു. ഏകദേശം $400 മില്യൺ വിലമതിക്കുന്നതാണ് ഖത്തർ നൽകിയ ഈ സമ്മാനം. ഒരു വിദേശ രാജ്യം നൽകിയ ഇത്രയും വലിയ സമ്മാനം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് US-ൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ മാത്രമേ ഈ വിമാനം എയർഫോഴ്സ് 1 ആയി ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനുശേഷം വിമാനത്തിന്റെ ഉടമസ്ഥാവകാശം ഡൊണാൾഡ് J. ട്രംപ് പ്രസിഡൻഷ്യൽ ലൈബ്രറി ഫൗണ്ടേഷന് കൈമാറാനാണ് നിലവിലെ ധാരണ. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 126.72 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.17 യൂറോ, ഒരു US ഡോളർ 95.28 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 108.53 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.06 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. നിതീഷ് കുമാറിന് ഉപപ്രധാനമന്ത്രി പദം നൽകണമെന്ന് JDU MLA. കേന്ദ്രമന്ത്രിയായും മുഖ്യമന്ത്രിയായും 20 വർഷവും അനുഭവ സമ്പത്തുമുള്ള നേതാവാണ് നിതീഷ് കുമാർ. അദ്ദേഹത്തെ ഉപപ്രധാനമന്ത്രിയാക്കിയാൽ ബീഹാറിലെ ജനങ്ങൾ സന്തോഷിക്കും. സോഷ്യലിസ്റ്റ് നേതാക്കളിൽ അവശേഷിക്കുന്ന ഏറ്റവും വലിയ നേതാവാണ് നിതീഷ് കുമാർ എന്നും MLA പങ്കജ് മിശ്ര വ്യക്തമാക്കി. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉടനെന്ന സൂചനകൾക്കിടെയാണ് JDU സമ്മർദ്ദം ശക്തമാക്കുന്നത്. നിതീഷ് കുമാറിനെ ഉപപ്രധാനമന്ത്രിയാക്കണമെന്ന് RJDയും ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്രമന്ത്രിയായും മുഖ്യമന്ത്രിയായും 20 വർഷവും അനുഭവ സമ്പത്തുമുള്ള നിതീഷ് കുമാറിന് ഉപപ്രധാനമന്ത്രി പദം നൽകണമെന്ന് ആവശ്യപ്പെട്ട് JDU MLA പങ്കജ് മിശ്ര രംഗത്തെത്തി. RJD നേതാവ് മുകേഷ് റോഷനാണ് നിതീഷിന് വേണ്ടി രംഗത്തെത്തിയത്. നിതീഷ് കുമാറിന് കേന്ദ്ര സർക്കാരിൽ കാര്യമായ ഉത്തരവാദിത്തങ്ങൾ നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കൃഷി, റെയിൽവേ തുടങ്ങിയ പ്രധാന വകുപ്പുകൾ നൽകി അദ്ദേഹത്തെ ഉപപ്രധാനമന്ത്രിയായി നിയമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ നിതീഷ് ഇപ്പോൾ രാജ്യസഭാംഗമാണ്. നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രിസഭാ വികസനം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി 30 ദിവസം തുടർച്ചയായി തടവിലാക്കപ്പെട്ടാൽ മന്ത്രിസ്ഥാനങ്ങളിൽ നീക്കം ചെയ്യാൻ കഴിയുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിന് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അംഗീകാരം നൽകിയേക്കും. ജൂലൈ 20 ആരംഭിക്കാൻ സാധ്യതയുള്ള പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ ബിൽ കൊണ്ടുവരുന്നതിന് മുന്നോടിയായിട്ടാണ് JPC ഇതിന് അംഗീകാരം നൽകുന്നത്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രത്തിലെയും മന്ത്രിമാർ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ 30 ദിവസം തുടർച്ചയായി അറസ്റ്റിലായി കസ്റ്റഡിയിൽ തടവിലാക്കപ്പെട്ടാൽ അവരെ നീക്കം ചെയ്യാനുള്ള വ്യവസ്ഥ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിന് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അംഗീകാരം നൽകിയേക്കുമെന്ന് സൂചന.
രാഷ്ട്രീയ എതിരാളികൾക്കു നേരെ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ബില്ലിനെ പ്രതിപക്ഷം എതിർക്കുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ഓഗസ്റ്റിൽ ബിൽ അവതരിപ്പിച്ചിരുന്നു. തുടർന്ന് BJP MP അപരാജിത സാരംഗി അധ്യക്ഷയായ 31-അംഗ പാർലമെന്ററി പാനൽ ഇത് പരിശോധിക്കാൻ രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ തങ്ങളുടെ ആശങ്കകൾ അവഗണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയും റബ്ബർ സ്റ്റാമ്പാക്കുകയാണെന്നും ആരോപിച്ച് പ്രതിപക്ഷ എംപിമാർ JPC-യുടെ നടപടികൾ ബഹിഷ്കരിച്ചിരുന്നു. ബിൽ ജനാധിപത്യ വിരുദ്ധവും ഫെഡറൽ വിരുദ്ധവുമാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ശിക്ഷിക്കപ്പെട്ടാൽ നടപടിയെടുക്കുന്നതിന് പകരം കസ്റ്റഡി അടിസ്ഥാനമാക്കി പൊതുപ്രതിനിധികളെ ശിക്ഷിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രതിപക്ഷം വാദിക്കുന്നു. 30 ദിവസത്തിനുള്ളിൽ ചുരുങ്ങിയത് 3 തവണയെങ്കിലും ജാമ്യത്തിനായി അപേക്ഷിക്കാമെന്നും അതുകൊണ്ട് തന്നെ ഇത് നീതിന്യായ വ്യവസ്ഥകൾ ലംഘിക്കുന്നില്ല എന്നും ഭരണപക്ഷവും വാദിക്കുന്നു. അയോധ്യ സംഭാവന കൊള്ളക്കേസിൽ അറസ്റ്റിലായ പ്രതികൾക്കെല്ലാം വരുമാനത്തിൽ കവിഞ്ഞ സമ്പാദ്യമുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായ സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് സാധ്യതയേറി. പ്രതികളുടെയും കുടുംബാംഗങ്ങളുടെയും ബാങ്ക് ഇടപാടുകളും ഭൂമി ഇടപാടുകളും അന്വേഷിച്ച പോലീസ് സംഘം ശേഖരിച്ച പ്രാഥമിക വിവരങ്ങൾ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം വ്യക്തമാക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ പോലീസ് തന്നെ ED അന്വേഷണം ആവശ്യപ്പെട്ടേക്കും. അയോധ്യ സംഭാവന കൊള്ളക്കേസിൽ അറസ്റ്റിലായ പ്രതികളുടെയും കുടുംബാംഗങ്ങളുടെയും ബാങ്ക് ഇടപാടുകളും ഭൂമി ഇടപാടുകളും അന്വേഷിച്ച പോലീസ് സംഘം ശേഖരിച്ച പ്രാഥമിക വിവരങ്ങൾ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം വ്യക്തമാക്കുന്നതാണ്. പ്രതികളിൽ അവിനാഷ് ശുക്ലയുടെ വീട്ടിൽ നിന്ന് 20 ലക്ഷം രൂപയും കരുണേഷ് പാണ്ഡെയുടെ പക്കൽ നിന്ന് 18 ലക്ഷവും അനുകൽപ് മിശ്രയിൽ നിന്ന് 16 ലക്ഷവും ലവ്കുശിൽ നിന്ന് 14 ലക്ഷവും രാംശങ്കർ മിശ്രയിൽ നിന്ന് 7 ലക്ഷവും രാംശങ്കർ യാദവിൽ നിന്ന് 1 ലക്ഷവും കണ്ടെടുത്തു. 11 ഗ്രാം സ്വർണം, 375 ഗ്രാം വെള്ളി എന്നിവയും കണ്ടെടുത്തു. അവിനാഷ് ശുക്ലയുടെ വീട്ടിൽ നിന്ന് രാംരാജ്യ ഘോഷ് എന്നെഴുതിയ QR കോഡ് പതിപ്പിച്ച സംഭാവന പെട്ടിയും പോലീസ് കണ്ടെടുത്തു. ജീവനക്കാരെ നിയമിച്ചതിലും ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിയതിലും ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണവും ഉയരുന്നു. 100 രൂപയിൽ താഴെ വിലയുള്ള ചൂൽ 1000-ലേറെ രൂപയ്ക്ക് വാങ്ങിയെന്ന് ക്ഷേത്ര ജീവനക്കാരിൽ ഒരാൾ ആരോപിച്ചു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമ്പോൾ മുഖ്യ യജമാനായ ചടങ്ങിലുണ്ടായിരുന്നത് അനിൽ മിശ്രയായിരുന്നു. ട്രസ്റ്റിയായ ശേഷം ഇയാളുടെ ആസ്തി കുത്തനെ ഉയർന്നു. അറസ്റ്റിലായവരിൽ ഇയാളുടെ ബന്ധുക്കളും ഉൾപ്പെട്ടിട്ടുണ്ട്. 2025-ലെ കുംഭമേള സമയത്താണ് വൻ കൊള്ള നടത്തിയതെന്ന് അനുകൽപ് മിശ്രയും ഭാര്യ സഹോദരൻ ലവ്കുശ് മിശ്രയും മൊഴി നൽകിയിട്ടുണ്ട്. 6-ലേറെ സ്ഥലങ്ങളിൽ ഇവർ ഭൂമി വാങ്ങിയതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലാഭക്കൊതിക്ക് കുടപിടിക്കുന്ന സർക്കാരിന്റെ യഥാർത്ഥ മുഖം കണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നാടിന്റെ താൽപര്യം കണക്കിലെടുക്കപ്പെടുന്നില്ല. നിയമസഭാ നടപടിക്രമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തുകയാണ്. പുതിയ ബജറ്റിന്റെ ഷെഡ്യൂളിൽ ധനകാര്യ ബില്ല് ഉണ്ടായിരുന്നില്ല. മദ്യത്തിന്റെ നികുതി ഘടനയിലെ മാറ്റം തുടക്കത്തിൽ ആലോചനയിൽ ഇല്ലായിരുന്നു എന്നതിന് തെളിവാണിത് എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലാഭക്കൊതിക്ക് കുടപിടിക്കുന്ന സർക്കാരിന്റെ യഥാർത്ഥ മുഖം കണ്ടെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത് വന്നു. മദ്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാനാണ് 2ാം ഘട്ടത്തിൽ ധനകാര്യ ബില്ല് തിരികെ കയറ്റിയത്. മുഖ്യമന്ത്രി VD സതീശൻ നിരന്തരം സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പിണറായി വിജയൻ വിമർശിച്ചു. ക്രമവിരുദ്ധമായി ധനബില്ല് ധൃതി പിടിച്ച് പാസാക്കാൻ സർക്കാർ ശ്രമിച്ചതിന് പിന്നിൽ നിക്ഷിപ്ത താൽപര്യമാണ്. ഒരു തരത്തിൽ ഒളിച്ചുകടത്തലാണ് മുഖ്യമന്ത്രി ചെയ്തത്. മദ്യ കമ്പനികളെ സഹായിക്കലായിരുന്നു ഗൂഢലക്ഷ്യം. പുതിയ നികുതി നിർദ്ദേശത്തിന് സബ്ജക്ട് കമ്മിറ്റി പരിശോധന വേണമായിരുന്നു. അതിന് സമയമോ സാവകാശമോ നൽകിയില്ല. അനാവശ്യ ധൃതിയും വാശിയും ധനബില്ല് പാസാക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഏത് മാർഗവും ഉപയോഗിച്ച് മദ്യ കമ്പനികൾക്ക് നികുതി ഇളവ് നൽകണമെന്ന വാശിയിലായിരുന്നു മുഖ്യമന്ത്രി. UDF ആണ് അവസാന വാക്കെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതേസമയം എല്ലാം UDF തീരുമാനിക്കുമെന്ന വാക്ക് മുഖ്യമന്ത്രി പ്രഹസനമാക്കി. മുഖ്യമന്ത്രി ഒഴികെ മറ്റാരും മദ്യത്തിന്റെ നികുതി ഇളവ് തീരുമാനം അറിഞ്ഞില്ല. മത സാമുദായിക നേതൃത്വത്തിൽ നിന്ന് ഉയർന്ന എതിർപ്പും മുഖ്യമന്ത്രി കണക്കിലെടുക്കുന്നില്ല എന്ന് പിണറായി വിജയൻ ആരോപിച്ചു. അസ്വസ്ഥനായി സംസാരിക്കുന്ന മുഖ്യമന്ത്രിയാണ് സഭയിൽ കണ്ടത്. അദ്ദേഹം പറയുന്നതെല്ലാം വിദണ്ഡവാദങ്ങളാണ്. വെബ്കോ വിൽക്കാൻ തീരുമാനിച്ചില്ല എങ്കിൽ നികുതി ഇളവിന് എന്തിനായിരുന്നു ഇത്ര തിടുക്കം? കോൾഡ് സ്റ്റോറേജിൽ വെക്കാനുള്ളതാണോ നിയമനിർമ്മാണമെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. മദ്യ കമ്പനികൾ ഇനി കോടതിയെ സമീപിച്ച് മദ്യവിൽപ്പനയ്ക്ക് അനുകൂല ഉത്തരവ് നേടുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. പ്രതിപക്ഷം വിഷയങ്ങളെ പെരുപ്പിക്കുകയാണെന്നും പ്രതിപക്ഷത്തോടൊപ്പം വേറെ ചിലരും കൂടിയെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് മറ്റാരുമല്ല, VM സുധീരനടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും UDF ഘടകകക്ഷി നേതാക്കളും സമുദായ നേതൃത്വങ്ങളാണെന്നും അവരെയാണോ VD സതീശൻ ഉദ്ദേശിച്ചതെന്നും പിണറായി വിജയൻ ചോദിച്ചു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ കേരള താൽപര്യത്തിന് അനുകൂലമായവ പിന്തുണയ്ക്കുകയും അല്ലാത്തവ എതിർക്കുകയും ചെയ്യുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. വിവാദ വിഷയങ്ങളിൽ പ്രതികരണവുമായി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കുട്ടനാട് അവധി വിവാദം, ഉമാ തോമസ്, K രാധൻ തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു തിരുവഞ്ചൂരിന്റെ വിശദീകരണം. നിയമസഭയിലേത് പവർഫുൾ മൈക്കാണെന്നും ചില കാര്യങ്ങൾ കേട്ടെന്നിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടനാട് അവധി വിവാദം, ഉമാ തോമസ്, K രാധൻ തുടങ്ങിയ വിവാദ വിഷയങ്ങളിൽ പ്രതികരണവുമായി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്ത് വന്നു. നിയമസഭയുടെ രേഖയിൽ വരുന്നതിന് മാത്രമാണ് പ്രാധാന്യമുള്ളത്. സീറ്റിലിരുന്ന് സംസാരിച്ചാൽ മാത്രമേ നിയമസഭാ രേഖകളിൽ വരൂ. മൈക്ക് ഓഫ് ആകുമ്പോൾ എന്തെല്ലാം പറയും? വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് പുറത്ത് മറ്റൊരു വിശദീകരണം വേണ്ട എന്നും നിയമസഭാ രേഖയിൽ മുഖ്യമന്ത്രി അവസാനം പറഞ്ഞ കാര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി.
സ്പീക്കർ പറയുന്ന ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ട്രോളായി തങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെടുന്നുവെന്ന കെ രാജന്റെ ആരോപണത്തിനും അദ്ദേഹം മറുപടി നൽകി. മുൻമന്ത്രി കെ രാജനെ താൻ പ്രോത്സാഹിപ്പിച്ചതേ ഉള്ളൂ എന്നായിരുന്നു മറുപടി. സഭ നടുത്തളത്തിൽ ചിലർ ഓളം വെട്ടി നടക്കുന്നതിനെ കുറിച്ച് മുന്നിലൂടെ നടന്നു പോകുന്നവരെ കുറിച്ചാണ് താൻ പറഞ്ഞതെന്നും ഉമാ തോമസിനോടല്ല എന്ന് സ്പീക്കർ വിശദീകരിച്ചു. സഭാ നടുത്തളത്തിൽ നടക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ഉമാ തോമസ് അവരുടെ സീറ്റിലാണ് ഇരുന്നിരുന്നത്. ഉമാ തോമസിന്റെ സീറ്റിന് മുന്നിലൂടെ നടന്നു പോകുന്ന ആളുകളെ കുറിച്ചാണ് താൻ പറഞ്ഞത്. ഏറ്റവും നല്ല നിയമസഭാ അംഗങ്ങളിൽ ഒരാളാണ് ഉമാ തോമസ് എന്നും അദ്ദേഹം പറഞ്ഞു. സഭയിൽ സന്ദർശകർക്ക് കടുത്ത നിയന്ത്രണം ഉണ്ടാകില്ല. റീസണബിൾ നിയന്ത്രണം ഉണ്ടാകണമെന്നും സഭ ജനങ്ങളുടെ വകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖ വിഷയത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കാര്യങ്ങൾ അറിയണം. സംസ്ഥാന സർക്കാർ അറിയാതെ ഒന്നും ചെയ്യാൻ പാടില്ല. നിബന്ധനകൾ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഭൂമി അന്യാധീനപ്പെട്ട് പോകരുത്. മുഖ്യമന്ത്രി പറഞ്ഞത് പൂർണ്ണമായും താൻ വിശ്വസിക്കുന്നു. കത്ത് ലഭിച്ചാൽ എടുക്കേണ്ട നിലപാട് സർക്കാരാണ് പറയേണ്ടത്. ഒരു കാലഘട്ടത്തിൽ ഭൂമി നൽകി. ആ ഭൂമി ചിലരുടെ കയ്യിൽ മാത്രം നിലനിൽക്കുന്നത് ശരിയല്ല. കരാർ പാലിച്ച് മുന്നോട്ട് പോകണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കവുമായി CPM. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒപ്പിട്ട് ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ച കത്തിലാണ് നിർദ്ദേശമുള്ളത്. പാർട്ടി നിയന്ത്രണത്തിലില്ലാത്ത സഹകരണ സംഘങ്ങളെ പിടിച്ചെടുക്കണമെന്നാണ് നിർദ്ദേശം. C ക്ലാസ് അംഗത്വമുള്ള സഹകരണ സംഘങ്ങളുടെ എണ്ണം കൂട്ടണമെന്ന് നിർദ്ദേശമുണ്ട്. ജൂൺ 26-നാണ് CPM സംസ്ഥാന സെക്രട്ടറി കത്തയച്ചത്. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കവുമായി CPM. ജൂൺ 26-ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒപ്പിട്ട് ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ച കത്തിലാണ് പാർട്ടി നിയന്ത്രണത്തിലില്ലാത്ത സഹകരണ സംഘങ്ങളെ പിടിച്ചെടുക്കാനുള്ള നീക്കം നടത്തണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. C ക്ലാസ് അംഗത്വമുള്ള സഹകരണ സംഘങ്ങളുടെ എണ്ണം കൂട്ടണമെന്ന നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് കരുവന്നൂരും മൈലപ്രയും ഉൾപ്പെടെ കോടികളുടെ ഇടപാടുകൾ ഉണ്ടായിരുന്ന സഹകരണ ബാങ്കുകളിൽ CPM ഭരണകാലത്തുണ്ടായ ക്രമക്കേടുകൾക്ക് പാർട്ടി പ്രതിരോധത്തിലായിരുന്നു. പിന്നാലെ സംസ്ഥാനത്തെയും തദ്ദേശ സ്ഥാപനങ്ങളിലെയും ഭരണം നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുതിയ വഴി പാർട്ടി തേടുന്നത്. ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സഹകരണ സംഘങ്ങളുടെ സബ് കമ്മിറ്റി യോഗം വിളിച്ചുകൂട്ടുന്നത്. ഈ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് അടിസ്ഥാനമാക്കി സഹകരണ സംഘത്തിൽ ക്രമവിരുദ്ധമായി ഒന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. പാർട്ടി കേഡർമാർ വൻതുക വായ്പ എടുത്തെങ്കിലും തിരികെ അടയ്ക്കുന്നില്ല എന്ന് പരാതിയുണ്ട്. ഈ പണം ഉടൻ തിരികെ അടയ്ക്കണം. പാർട്ടി അംഗങ്ങൾ എടുത്ത വായ്പകളിലെ കുടിശ്ശിക 15-ന് മുൻപ് അടച്ചു തീർക്കണം. ഹൈക്കോടതി വിധിയെ തുടർന്ന് കരുവന്നൂരിലേതിന് സമാനമായി സഹകരണ മേഖലയിലും ED ഇടപെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഭരണത്തിന് നേതൃത്വം നൽകുന്നവർക്കും നല്ല കരുതലും ജാഗ്രതയും ഉണ്ടാകണം. എല്ലാ പ്രാഥമിക സഹകരണ ബാങ്കുകളിലും കുറഞ്ഞത് 3000 അംഗങ്ങളെയെങ്കിലും ചേർക്കണമെന്നാണ് പാർട്ടി നേതൃത്വം താഴെത്തട്ടിലേക്ക് നൽകുന്ന നിർദ്ദേശം. ഫുട്ബോൾ ചരിത്രത്തിലെ 2 സമാനതകളില്ലാത്ത ഇതിഹാസങ്ങൾ. റയൽ മാഡ്രിഡിന്റെ സുവർണകാലത്ത് ഒരേ കുപ്പായത്തിൽ ഒന്നിച്ചു പൊരുതിയ ഉറ്റ സുഹൃത്തുക്കൾ. പ്രായം 40 എത്തി നിൽക്കുമ്പോഴും ലോകവേദിയിൽ തങ്ങളുടെ രാജ്യത്തിനായി നെഞ്ചുറപ്പോടെ പൊരുതുന്ന 2 പടനായകർ, ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്ക മോഡ്രിച്ചും. ഫിഫ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ ഇന്ന് പോർച്ചുഗലും ക്രൊയേഷ്യയും നേർക്കുനേർ വരുമ്പോൾ കായിക ലോകം ശ്വാസമടക്കിയാണ് കാത്തിരിക്കുന്നത്. ഫുട്ബോൾ ചരിത്രത്തിലെ 2 സമാനതകളില്ലാത്ത ഇതിഹാസങ്ങൾ, ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്ക മോഡ്രിച്ചും. ഫിഫ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ ഇന്ന് പോർച്ചുഗലും ക്രൊയേഷ്യയും നേർക്കുനേർ വരുമ്പോൾ കായിക ലോകം ശ്വാസമടക്കിയാണ് കാത്തിരിക്കുന്നത്. കാരണം ഇന്ന് രാത്രി കഴിയുമ്പോൾ ഈ 2 പേരിൽ ഒരാൾക്ക് അത് കരിയറിലെ അവസാന ലോകകപ്പ് മത്സരമായി മാറും. ക്രിസ്ത്യാനോയ്ക്ക് ഇത് 6ാം ലോകകപ്പാണ്, മോഡ്രിച്ചിന് 5ാമത്തേതും. രണ്ടാളുടേതുമായി ആകെ 47 ലോകകപ്പ് മത്സരങ്ങളുടെ പാരമ്പര്യം, 6 ബാലൺ ഡി ഓർ പുരസ്കാരങ്ങൾ, 9 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ. കരിയറിൽ നേടാത്തതായി ഒന്നുമില്ലാത്തവർ. പക്ഷെ ഒരു ലോകകപ്പ് കിരീടം മാത്രം ഇരുവരെയും ഇതുവരെ അനുഗ്രഹിച്ചിട്ടില്ല. ഇന്ന് ടൊറന്റോയിൽ മടങ്ങുമ്പോൾ ഒരാൾക്ക് ആ നിരാശ ജീവിതകാലം മുഴുവൻ ബാക്കിയാകും. റയൽ മാഡ്രിഡിൽ ഒന്നിച്ച് ചരിത്രം രചിച്ചവർ ഇന്ന് പരസ്പരം പോരടിക്കുമ്പോൾ ഫുട്ബോൾ ലോകത്തിന്റെ കണ്ണ് നിറയുമെന്നുറപ്പാണ്. ഇവരിൽ ആർക്കാണ് വിധി നേരം നീട്ടി നൽകുക? പോർച്ചുഗലിന്റെ ഗോൾ വേട്ടക്കാരനോ അതോ ക്രൊയേഷ്യയുടെ മിഡ്ഫീൽഡ് ജനറലോ? ആരാകും ഈ രാത്രിയുടെ കണ്ണീരും സങ്കടവുമായി ലോകകപ്പ് വേദിയോട് വിട പറയുക എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇംഗ്ലീഷ് ചാനൽ വഴി ബ്രിട്ടനിലേക്ക് അനധികൃതമായി കടക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണത്തിൽ ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ കാര്യമായ കുറവുണ്ടായതായി ഹോം ഓഫീസിന്റെ കണക്കുകൾ. അനധികൃതമായി എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായത് 41%. യൂറോപ്പിലേക്ക് എത്തുന്ന അഭയാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടായതിന് പ്രതികൂല കാലാവസ്ഥ, ചെറുബോട്ടുകളുടെ സ്പെയർ പാർട്സുകളുടെ ലഭ്യത കുറവ് എന്നിവയും കൂടാതെ സർക്കാരിന്റെ കർശന ഇടപെടലും കാരണമായി. UK-യിലുടനീളം വ്യാജ വ്യാപാരങ്ങൾക്കും സംഘടിത കുടിയേറ്റ കുറ്റകൃത്യങ്ങൾക്കുമെതിരെ പോലീസ് നടത്തിയ വ്യാപക റെയ്ഡിൽ 362 പേർ അറസ്റ്റിലായി. പിടിയിലായവരിൽ ഇംഗ്ലീഷ് ചാനൽ വഴി ബോട്ട് മാർഗം നിയമവിരുദ്ധമായി രാജ്യത്തെത്തിയ 57 കുടിയേറ്റക്കാരും. പോലീസ് നടപടിയിൽ വൻതോതിൽ മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും പിടികൂടി. UK-യിൽ കറന്റ്, ഗ്യാസ് നിരക്കുകൾ കുത്തനെ കൂട്ടി. ആഗോള വിപണിയിലെ ഗ്യാസ് വിലക്കയറ്റത്തെ തുടർന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ച പുതിയ ഊർജ്ജ വില പരിധി ഈ ആഴ്ച നിലവിൽ വരും.
പുതിയ വിലപ്പട്ടിക പ്രകാരം സാധാരണക്കാരുടെ വൈദ്യുതി ഗ്യാസ് ബില്ലുകളിൽ പ്രതിവർഷം 220 പൗണ്ടിലധികം വർധനവുണ്ടാകും. ഡയറക്ട് ഡെബിറ്റ് വഴി പണമടയ്ക്കുന്നവർക്ക് വൈദ്യുതി നിരക്ക് 1 കിലോവാട്ട് അവറിന് 24.67 പെൻസിൽ നിന്ന് 26.11 പെൻസായും, ഗ്യാസ് നിരക്ക് 5.74 പെൻസിൽ നിന്ന് 7.33 പെൻസായും ഉയരും. ഇംഗ്ലണ്ടിലും വെയിൽസിലും ജനനത്തെക്കാൾ കൂടുതൽ മരണങ്ങൾ നടക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അനലിസ്റ്റുകൾ. സംഭവം കഴിഞ്ഞ 50 വർഷക്കാലത്തിനിടയിൽ ചരിത്രത്തിൽ ആദ്യമായി. അടുത്ത ഒരു പതിറ്റാണ്ടിൽ ജനനത്തെക്കാൾ 4,50,000 മരണങ്ങൾ കൂടുതലായി സംഭവിക്കും എന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ. കുട്ടികൾ വേണ്ടെന്ന് കരുതുന്ന ദമ്പതിമാരുടെ എണ്ണം വർദ്ധിച്ചു എന്നും സൂചന. ഹൗസിംഗ്, ചൈൽഡ് കെയർ ചെലവുകൾ വർദ്ധിക്കുന്നതും തൊഴിൽ രംഗത്തെ അസ്ഥിരതയുമാണ് കൂടുതൽ പേർ ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ കാരണമാകുന്നത് എന്ന് റിപ്പോർട്ട്. പതിറ്റാണ്ടുകളായ കുടുംബങ്ങൾക്ക് ആവശ്യമായ പിന്തുണയും സഹായവും നൽകാൻ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് വിമർശനം. അമേരിക്കയിൽ 2025 ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിലൂടെ $1.2 ബില്യൺ കുടുംബം സമ്പാദിച്ചതിനെ ന്യായീകരിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ ഭരണകാലത്ത് രാജ്യം സാമ്പത്തികമായി മുന്നേറുന്നതിനാൽ എല്ലാവരും ലാഭം കൊയ്യുകയാണെന്ന് ട്രംപ്. പ്രസിഡന്റ് പദവി സ്വന്തം സാമ്പത്തിക നേട്ടത്തിനായി ദുരുപയോഗം ചെയ്തു എന്ന വിമർശനങ്ങളെ തള്ളി ട്രംപ്. തന്റെ വരുമാനം ബ്ലൈൻഡ് ട്രസ്റ്റുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്നും അതിനാൽ വ്യക്തിപരമായ സാമ്പത്തിക കാര്യങ്ങളിൽ താൻ ഇടപെടാറില്ല എന്നും ട്രംപിന്റെ വാദം. ട്രംപിന്റെ മക്കളും സ്റ്റീവ് വിറ്റ്കോഫിന്റെ മകനും ചേർന്ന് സ്ഥാപിച്ച വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന സ്റ്റാർട്ടപ്പിൽ നിന്നും മാത്രം ട്രംപിന് ലഭിച്ചത് $550 മില്യൺ എന്ന് US ഓഫീസ് ഓഫ് ഗവൺമെന്റ് എത്തിക്സ്. ഹോർമുസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പ്രധാന ഗുണഭോക്താവായി ചൈന മാറി. നിർണായക വിവരം പുറത്തുവിട്ടത് വാഷിംഗ്ടൺ DC ആസ്ഥാനമായുള്ള പ്രമുഖ ഉപദേശക സ്ഥാപനമായ ദി ഏഷ്യ ഗ്രൂപ്പ്. ചൈന തങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകളിൽ വൈവിധ്യവൽക്കരണം കൊണ്ടുവന്നും അടിയന്തര ശേഖരം പ്രയോജനപ്പെടുത്തിയും ഈ പ്രതിസന്ധിയെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെന്ന് റിപ്പോർട്ടിൽ പരാമർശം. ആഗോളതലത്തിലുണ്ടായ എണ്ണ പ്രതിസന്ധിയുടെ ആഘാതം കുറയ്ക്കാൻ സഹായിച്ച ചൈന തങ്ങളുടെ ക്ലീൻ എനർജി സാങ്കേതിക വിദ്യകളുടെ കയറ്റുമതി വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. ഇറാനിലെ യുദ്ധം പരിഹരിക്കുന്നതിൽ അമേരിക്കയെക്കാൾ മികച്ച നേതൃത്വം ചൈനയ്ക്കായിരിക്കുമെന്നും റിപ്പോർട്ടിൽ സൂചന. നിതീഷ് കുമാറിന് ഉപപ്രധാനമന്ത്രി പദം നൽകണമെന്നാവശ്യപ്പെട്ട് JDU MLA. ആവശ്യം നിതീഷ് കുമാർ കേന്ദ്രമന്ത്രിയായും മുഖ്യമന്ത്രിയായും 20 വർഷവും അനുഭവ സമ്പത്തുള്ള നേതാവാണെന്നും നിതീഷ് കുമാറിനെ ഉപപ്രധാനമന്ത്രിയാക്കിയാൽ ബീഹാറിലെ ജനങ്ങൾ സന്തോഷിക്കുമെന്നും സോഷ്യലിസ്റ്റ് നേതാക്കളിൽ അവശേഷിക്കുന്ന ഏറ്റവും വലിയ നേതാവാണ് നിതീഷ് കുമാർ എന്നും പങ്കജ് മിശ്ര. JDU സമ്മർദ്ദം ശക്തമാക്കുന്നത് കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന നടക്കാനിരിക്കെ നിതീഷ് കുമാറിനെ ഉപപ്രധാനമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് RJD നേതാവ് മുകേഷ് റോഷനും രംഗത്ത്. അയോധ്യ സംഭാവന കൊള്ളക്കേസിൽ അറസ്റ്റിലായ പ്രതികൾക്കെല്ലാം വരുമാനത്തിൽ കവിഞ്ഞ സമ്പാദ്യമുണ്ടെന്ന് കണ്ടെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർ. അന്വേഷണത്തിൽ കൊള്ള വ്യക്തമായ സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് സാധ്യതയേറി. പ്രതികളുടെയും കുടുംബാംഗങ്ങളുടെയും ബാങ്ക് ഇടപാടുകളും ഭൂമി ഇടപാടുകളും അന്വേഷിച്ച പോലീസ് സംഘത്തിന് ലഭിച്ച പ്രാഥമിക വിവരങ്ങളിൽ അനധികൃത സ്വത്ത് സമ്പാദനം വ്യക്തമാക്കുന്നുവെന്ന് സൂചന. 2025 കുംഭമേള സമയത്താണ് വൻകൊള്ള നടത്തിയതെന്ന് അറസ്റ്റിലായ അനുക്കൽ മിശ്രയുടെയും ഭാര്യ സഹോദരൻ ലംകുഷ് മിശ്രയുടെയും മൊഴി. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിയതിലും കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണം ശക്തം. ED അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസ്. കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലാഭക്കൊതിക്ക് കുടപിടിക്കുന്ന സർക്കാരിന്റെ യഥാർത്ഥ മുഖം കണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നാടിന്റെ താൽപര്യം കണക്കിലെടുക്കുന്നില്ല എന്നും നിയമസഭാ നടപടിക്രമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തുകയാണ് സതീശൻ സർക്കാർ എന്നും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. പുതിയ ബജറ്റിന്റെ ഷെഡ്യൂളിൽ ധനകാര്യ ബില്ലുണ്ടായിരുന്നില്ല എന്നും മദ്യത്തിന്റെ നികുതി ഘടനയിലെ മാറ്റം തുടക്കത്തിൽ ആലോചനയിലില്ലായിരുന്നുവെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രി VD സതീശൻ നിരന്തരം സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പിണറായിയുടെ രൂക്ഷ വിമർശനം. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കവുമായി CPM. പാർട്ടി നിയന്ത്രണത്തിലില്ലാത്ത സഹകരണ സംഘങ്ങളെ പിടിച്ചെടുക്കണമെന്നും C ക്ലാസ് അംഗത്വമുള്ള സഹകരണ സംഘങ്ങളുടെ എണ്ണം കൂട്ടണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റികൾക്ക് കത്തയച്ചു. CPM സംസ്ഥാന സെക്രട്ടറി കത്തയച്ചത് ജൂൺ 26-ന്. നടപടി ഈ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് അടിസ്ഥാനമാക്കി സഹകരണ സംഘത്തിൽ ക്രമവിരുദ്ധമായി ഒന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.